ആ എന്താ പോയില്ലേ? ഇവിടെ ഇരിക്കുവാണോ? വണ്ടി വന്നില്ലേ? വണ്ടി വന്നില്ല, വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുന്നു. ആണോ? എന്താ പറ്റി? എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഇരിക്കുന്നത്? മനസ്സിന് എന്തോ ഒരു വിഷമം. എന്തോ വിഷമം? എന്താന്നറിയില്ല. ഇന്നലെയല്ല, കുറച്ച് ദിവസം മുതലേ ഒരു വിഷമമുണ്ട്. പലരും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പം പരിചയമില്ലാത്തവരെ പോലെ നമുക്കൊരു ഫീൽ ചെയ്യാണ്. എന്നാ അറിയത്തില്ല. എൻ്റെ കുഴപ്പമാണോ എന്തോ അവരുടെ കുഴപ്പമാണോ എന്നറിയില്ല. അങ്ങനെ എനിക്കൊരു ഫീലിങ്സ് പലരിൽ നിന്നും. അതിപ്പോ എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാവരും കൂടെ ഉണ്ടാകണം എന്നില്ല, ശരി തന്നെയാ. പക്ഷെ എന്നാലും നമ്മളിപ്പം പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോഴും ഇപ്പോ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലും മെസ്സേജിലൂടെ അല്ലേ നമുക്ക് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോളിലൂടെ നമ്മൾ വിളിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്നാലും തിരിച്ചിങ്ങോട്ടുള്ള റെസ്പോൺസ് നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത പോലെ അത്രയും വരുന്നില്ല ഇങ്ങോട്ട് പലരിൽ നിന്നും. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായവർ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അന്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന് പടച്ചവൻ കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുത്തു. അങ്ങനെ കാഴ്ച തിരിച്ചു ലഭിക്കുമ്പോൾ ആ അന്ധനായ മനുഷ്യൻ ആദ്യമായി ഉപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വഴികാട്ടിയായി കൂടെ നിന്നിരുന്ന ഊന്നോടിയാണ്. അങ്ങനെയാണ് ചില മനുഷ്യരും നമ്മൾക്ക് വേണ്ടി നമ്മളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ സ്വീകരിക്കുകയും ആ സഹായങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ നിന്ന് അവർ മാറ്റി നിർത്തും. അല്ലാഹു തആല അങ്ങനെയാണ് ഈ ലോകത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ ബന്ധങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് യാതൊരു വിലയും ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ മനുഷ്യർ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ പോയപ്പോൾ കണ്ട ഒരു അദ്ദേഹം ഒരു ചിന്തകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, യംഹുല്ലാഹു അശ്ഖാസൻ മിൻ ഹയാത്തിക റഹ്മത്തും ബിക. എന്ന് വെച്ചാൽ എന്താണ്? അല്ലാഹു തആല ചിലരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും. അതെന്താണ്? ഒരു അനുഗ്രഹമായിട്ടാണ്. ഫലാ തുഈദുഹും ഇലൈക്. എന്ന് വെച്ചാൽ പിന്നെ അവരിലോട്ട് എന്ത് ചെയ്യരുത്? അവരെ പിന്നെ മടക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല ചില വാതിലുകളെ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യും? കൊട്ടിയടയ്ക്കും. ആ കൊട്ടിയടയ്ക്കുന്നതിൽ എന്തുണ്ടാവും? ഒരു ഖൈറുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ തുറക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് അതിലെത്തുന്ന ഒരു ഖൈർ ഇല്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്ത് ചെയ്ത് ആ വാതിലുകൾ കൊട്ടിയടച്ചത്. അപ്പോൾ നമ്മുടെ കൂടെ നിന്നവര് പിന്നെ നമ്മുടെ കൂടെ ഇല്ല എന്നോർത്ത് നമ്മൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം അതിൻ്റെ അകത്ത് റബ്ബ് നമുക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം വെച്ചേക്കുന്ന കാരണം കൊണ്ടാണ് അതിനെ നമ്മളിൽ നിന്ന് നീക്കിക്കളയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു ഖൈറുണ്ടാവും. എല്ലാം റാഹത്തിലാവട്ടെ.